ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇതെൻ്റെ ഉമ്മയുടെ സ്പെഷ്യലാണ്. എൻ്റെ വീട്ടിൽ ഉമ്മ മട്ടനൊക്കെ കൊടുന്നാൽ ഈ രീതിയിലാണ് തയ്യാറാക്കാറ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 1/2 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്, വൃത്തിയായി കഴുകി വെച്ചത്. ഫസ്റ്റ് നമുക്കൊരു മിക്സ് തയ്യാറാക്കി എടുക്കണം. ഇതിൽ 1/4 കപ്പോളം ചെറിയ ഉള്ളി, കുരുമുളക്, ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക്, പൊടിച്ചതല്ല കുരുമുളക്, അങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം ചെറിയ ജീരകവും ഇവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അരച്ചെടുക്കണം. പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇവിടെ ഉമ്മ തയ്യാറാക്കണമെങ്കിൽ മൺചട്ടിയിലാണ് എല്ലാതും തയ്യാറാക്കൽ. മൺചട്ടിയിൽ തയ്യാറാക്കുമ്പോൾ നമ്മുടെ കറികൾക്കും എന്തിനും നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ നമുക്കിന്ന് മൺചട്ടിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഉമ്മ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഉമ്മ എനിക്ക് പറഞ്ഞു തരികയാണ്, ഞാൻ ആ മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് മട്ടണിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മിക്സില്ലേ, ചെറിയ ഉള്ളിയുടെയും കുരുമുളകിൻ്റെയും ഒക്കെ ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ഫുള്ളായിട്ട് ചേർക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് മസാലകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല. അത് ഗരം മസാലൻ്റെ ഫ്ലേവർ എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടമാവണമെന്നില്ല, അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ ഒരു തക്കാളി പറയുമ്പോൾ ചെറിയ തക്കാളി എടുത്താൽ മതി. വലിയ തക്കാളിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹാഫ് ഭാഗം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കണം. ഈ മട്ടൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാലകളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുഴച്ചെടുക്കുന്നത്. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുക്കുമ്പോൾ തന്നെ ഇതിലേക്ക് നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് കുഴച്ചെടുക്കുമായിരിക്കും ഒന്നും കൂടി നല്ലത്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാൻ മറന്നു പോയി, അപ്പോൾ ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ചെടുക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, മട്ടനിൽ നിന്ന് തന്നെ വെള്ളം ഉണ്ടാവും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. തയ്യാറാക്കി വെച്ചിട്ടുള്ള മട്ടൻ ഒന്ന് വേവിച്ചെടുക്കണം. അടുപ്പത്ത് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ മട്ടൻ കുറുമ. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ഇനിയും വെള്ളമൊക്കെ ഉണ്ട്, അപ്പോൾ ഒന്നും കൂടി ഒരു 10 മിനിറ്റ് അടച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ല വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മട്ടൺ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഒരു പാനിൽ നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് എടുത്തൊന്ന് തൂമിക്കണം. താളിപ്പ് എന്നൊക്കെ പറയില്ലേ, ഞങ്ങളിവിടെ തൂമിക്കാന്ന് കേട്ടോ പറയാം. അപ്പോൾ ഒന്ന് തൂമിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ബ്രൗൺ നിറമാകുമ്പോൾ ഇതിലേക്ക് കറി ലീഫും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. കറി ലീഫിനൊക്കെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ മട്ടൺ റോസ്റ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മട്ടൺ റോസ്റ്റിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള
മട്ടൺ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. പൊറാട്ടയുടെയും ചപ്പാത്തിൻ്റെയും കുബൂസിൻ്റെയും ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.